പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊളസ്ട്രോൾ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. HDL കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ആണെന്ന് ഇന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ പലർക്കും അത് അറിഞ്ഞുകൂടാ. അതായത് കൊളസ്ട്രോൾ രണ്ട് തരത്തിലുള്ളതുണ്ട്. നല്ല കൊളസ്ട്രോളും ഉണ്ട്, ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. സാധാരണ മിക്കവരും നോക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ മാത്രമാണ്. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, VLDL ഇതെല്ലാം ചീത്ത കൊളസ്ട്രോളുകളാണ്. ഈ ചീത്ത കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും എന്ന് മിക്കവർക്കും അറിയാം. പക്ഷേ നല്ല കൊളസ്ട്രോളായ HDL നമ്മുടെ രക്തത്തിൽ കൂടിയിരിക്കുന്നത് ഹൃദയാഘാതത്തിൽ നിന്നും രക്ഷ നൽകും എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. HDL കൊളസ്ട്രോൾ ആണ് നല്ല കൊളസ്ട്രോൾ. അപ്പോൾ അതിൻ്റെ അളവ് എൻ്റെ അടുക്കൽ വരുന്ന പല പേഷ്യൻറ്റുകളുടെയും നോക്കുമ്പോൾ 30, 35 ഒക്കെയാണ്. അതിൻ്റെ അളവ് 50-ൽ കൂടിയിരിക്കണം. 60 ഏറ്റവും നല്ലത് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂടിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും എങ്ങനെയാണ് സംരക്ഷണം നൽകുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ LDL കൊളസ്ട്രോൾ ആണ് ധമനികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ധമനികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന LDL കൊളസ്ട്രോളിനെ അവിടെ നിന്നും മാറ്റി, അതായത് ഒരു പോലീസുകാരൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെ HDL കൊളസ്ട്രോൾ നിർവഹിക്കുന്നത്. അവിടെ നിന്നും മാറ്റി അതിനെ കരളിലെത്തിച്ച് വിഘടിപ്പിച്ച് അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണത് ഹൃദയാഘാതത്തിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത്. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂടാൻ നമുക്ക് എന്തെല്ലാം ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപ്പറ്റി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന് വലിയ മരുന്നുകളൊന്നുമില്ല. ആഹാരത്തിലൊന്നും HDL കൊളസ്ട്രോൾ കൂടുതലായിട്ടില്ല. HDL കൊളസ്ട്രോൾ കൂട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നമ്മൾ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യുവാൻ ശ്രദ്ധിക്കണം. വ്യായാമം ചെയ്താൽ HDL കൊളസ്ട്രോൾ കൂടും എന്ന് നിരവധി പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. HDL കൂട്ടാൻ നമുക്ക് ആഹാരത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ ചെറിയ ഒരു ഉയർച്ച നമുക്കുണ്ടാകും. അതായത് ഏതാണ്ട് 5% കണ്ട് നമുക്ക് HDL കൂട്ടാൻ ആഹാരത്തിൽ ശ്രദ്ധിച്ചാൽ സാധിക്കും. അതായത് നമുക്ക് omega-3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുക. അതായത് നമുക്ക് ഫ്ലാക്സ് സീഡ് ഉണ്ട്, അതുപോലെ തന്നെ ബദാം പരിപ്പ്, കാഷ്യൂനട്ട്, മറ്റ് സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മത്സ്യങ്ങളിൽ ഇതിനകത്തൊക്കെ omega-3 ഫാറ്റി ആസിഡ് ധാരാളമുണ്ട്. ഈ omega-3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ HDL കൊളസ്ട്രോൾ ഏതാണ്ട് 5% വരെ കൂടാൻ സാധ്യതയുണ്ടത്രേ. ഇനി നമുക്ക് മരുന്നിലേക്ക് കിടക്കാം. വലിയ മരുന്നുകളൊന്നും ഇതിന് ലഭ്യമല്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന സ്റ്റാറ്റിൻ ഗുളിക ചിലപ്പോഴൊക്കെ ചില ഡോക്ടർമാർ ഇതിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. സ്റ്റാറ്റിൻ ഗുളിക സാധാരണ നമ്മൾ കഴിക്കുന്നത് മറ്റ് LDL കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ മറ്റ് കൊളസ്ട്രോളോ ഒക്കെ കൂടിയിരിക്കുമ്പോഴാണ്. പക്ഷേ ഈ സ്റ്റാറ്റിൻ ഗുളിക നമുക്ക് 2 സന്ദർഭങ്ങളിൽ ഈ HDL കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടിയും ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, നമുക്ക് വ്യായാമം കൊണ്ട് HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാൻ സാധിച്ചില്ലെങ്കിൽ ആ രോഗികൾക്ക് സ്റ്റാറ്റിൻ ഗുളികകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ പ്രയോജനം ചിലപ്പോൾ കിട്ടാറുമുണ്ട്. രണ്ടാമതായിട്ട്, ഇനി LDL കൊളസ്ട്രോൾ കൂടുതലില്ലെങ്കിലും HDL വളരെ കുറവാണ്, വ്യായാമം കൊണ്ട് അത് സാധിക്കുന്നില്ല എങ്കിൽ LDL കൊളസ്ട്രോൾ കൂടുതലില്ലെങ്കിലും അവർക്ക് സ്റ്റാറ്റിൻ ഗുളികകൾ ഡോക്ടർമാർ കൊടുക്കാറുണ്ട്. പിന്നെ നിക്കോട്ടിനിക് ആസിഡ് എന്നൊരു മരുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ HDL കൊളസ്ട്രോൾ തീർച്ചയായിട്ടും കൂടും. പക്ഷേ അതിന് പാർശ്വഫലങ്ങൾ ധാരാളമുണ്ട്. അതുകൊണ്ട് അത് ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാറില്ല. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂട്ടാൻ വ്യായാമമാണ് ഏറ്റവും ഉത്തമം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. HDL കൊളസ്ട്രോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് 50 അല്ലെങ്കിൽ 60-ലെങ്കിലും കൊണ്ടുചെന്ന് എത്തിക്കണം. എങ്കിലേ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ HDL കൊളസ്ട്രോൾ കൂട്ടാൻ വ്യായാമമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുവാൻ അല്പം മെനക്കെടുക. അത് നിങ്ങളുടെ HDL കൊളസ്ട്രോൾ കൂട്ടും, നിങ്ങൾക്ക് ഹൃദയാഘാതത്തിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.